നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു വിമാനം നിലത്തോ വെള്ളത്തിലോ ഇടിക്കുമ്പോൾ പെട്ടെന്നുള്ള വേഗത കുറയ്ക്കാൻ അല്ലെങ്കിൽ പെട്ടെന്നുള്ള വേഗത കുറയ്ക്കൽ എന്ന് പറയുന്നത് അതിനുള്ളിലുള്ളവരെ ശക്തമായ ശക്തിയോടെ മുന്നോട്ടെറിയും എന്നുള്ളതാണ്. ഈ നിമിഷമാണ് ഏറ്റവും ദാരുണം. വിമാനം ക്രാഷ് ചെയ്യുമ്പോൾ ശരീര അവയവങ്ങൾക്ക് ക്ഷതം തുടങ്ങുന്നു എന്നാണ് വസ്തുത. വിമാന അപകടത്തിൽ പെടുന്നവർക്ക് സംഭവിക്കുന്നതിനെ കുറിച്ച് പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. ഒരു വിമാനം തകർന്നു വീഴുമ്പോൾ മനുഷ്യ ശരീരത്തിന് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നത് വ്യക്തമായ വിശകലനങ്ങളിലൂടെ പലരും കണ്ടെത്തിയിട്ടുമുണ്ട്. മുൻ വ്യോമയാന അപകട അന്വേഷകനായ ടോളി ഖുള്ളൻ ഇക്കാര്യത്തിൽ കണ്ടെത്തിയത് വേഗത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഏറിയൽ പ്രതിസന്ധി എന്നിവയാണ്. വിമാന അപകടത്തെ അതിജീവിച്ചവരും ഇരകളും അവരുടെ അവസാന നിമിഷങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധിയാണ് ഖുള്ളൻ വിവരിക്കുന്നത്. വിമാന അപകടത്തിലെ പരിക്കിന്റെ ഏറ്റവും സാധാരണമായ കാരണം തീപിടുത്തമല്ല എന്നും മറിച്ച് വേഗത കുറയ്ക്കൽ ശരീരത്തെ ശക്തമായ ശക്തിയോടെ മുന്നോട്ട് എറിയുന്നതാണ് എന്നുള്ള വിശദീകരണം വരുന്നുണ്ട്. പല അപകടങ്ങളിലും വിമാനഘടന തകരുകയും അതിന്റെ ആഘാതത്തിൽ വ്യക്തിക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. ഈ പരിക്കുകളിൽ അംഗഭംഗം, വലിയ മുറിവുകൾ, ചതവ് എന്നിവ ഉൾപ്പെടാം. പക്ഷേ അതിലും വലുതാണ് പുറത്തേക്കുള്ള എറിയൽ എന്ന് പറയുന്നത്. ഖുള്ളൻ പഠനത്തിനായി എടുത്ത വിമാന അപകടങ്ങളിൽ പകുതിയോളം പേരുടെയും ഹൃദയങ്ങൾ തകർന്നിരുന്നു. 35% പേർക്ക് അയോർഡൻ, അതായത് ശരീരത്തിലെ ഏറ്റവും വലിയ ധമനികൾ പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഒടിഞ്ഞ വാരിയലുകളുടെ മൂർച്ചയുള്ള അറ്റങ്ങൾ ഹൃദയത്തിലോ രക്തക്കുഴലിലോ നേരിട്ട് തുളച്ചു കയറുകയും ഇത് രക്തസ്രാവത്തിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. അഹമ്മദാബാദിലെ വിമാന അപകടത്തെ തുടർന്ന് ഖുള്ളൻ തിയറി വീണ്ടും ചർച്ചകളിൽ എത്തുകയാണ്. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ മിക്കതും കത്തിക്കരിഞ്ഞു പോയി എന്നാണ് വസ്തുത. വിമാനത്തിൽ നിറയെ ഇന്ധനമായിരുന്നു. വിമാനം ഇടിച്ചിറക്കിയപ്പോൾ വലിയ തീഗോളമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇതുകൊണ്ടാണ് ശരീരം കത്തിയമർന്നത്. അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ DNA സാമ്പിൾ നോക്കി കൈമാറിയാലും അന്ത്യചുംബനം സാധ്യമല്ല. വിമാനാപകടത്തിൽ പെടുന്നവരുടെ മരണം അപകടത്തിന്റെ രീതി അനുസരിച്ച് മാറി മറിയുമെന്നാണ് വസ്തുത. ആകാശത്ത് സ്ഫോടനമുണ്ടായാലും ക്രാഷ് ലാൻഡ് അപകടമായാലും അതിലുള്ളവർ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. വെള്ളത്തിൽ ഇടിച്ചിറങ്ങിയാലുള്ള അപകടവും ഉണ്ട്. ഇവിടെയും ക്രാഷ് ലാൻഡ് സമയത്ത് വിമാനം പതിയെ നിലത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത അല്ലെങ്കിൽ വിമാന വേഗത കുറയുമ്പോൾ ഉണ്ടാകുന്ന ശക്തിയിൽ വലിച്ചെറിയാനുള്ള സാധ്യത ശക്തമാണ് എന്നാണ് വിലയിരുത്തൽ. വിമാന അപകടത്തിൽ പലർക്കും ഡയഫ്രം പൊട്ടിയതും ശ്വസനത്തെ തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അത്തരം എല്ലാ പരിമിതികളും അല്ലെങ്കിൽ അത്തരം എല്ലാ പരിക്കുകളും മരണകാരണം ആകില്ല എന്നുള്ളതാണ്. മരണങ്ങളിൽ 80% പേരിലും ഒടിവുകൾ കണ്ടെത്തിയതായാണ് ഖുള്ളൻ പറയുന്നത്. 73.6% പേരിലും കാലിന് ഒടിവും 56.6% പേരിൽ കൈക്കൊടിവും ഉണ്ടായിരുന്നു. മരണത്തിന് മുമ്പുള്ള അവസാന നിമിഷങ്ങൾ ശരീരം എങ്ങനെ ചലിച്ചു എന്നതിനെ കുറിച്ചുള്ള സൂചനകളും ഇതിലുണ്ട്. കാലുകൾ മുന്നോട്ട് ചാടി സ്ഥിരമായ ഘടനകളിൽ ഇടിക്കുമ്പോഴോ ഇരയുടെ മുന്നിലുള്ള സീറ്റിനടിയിൽ കുടുങ്ങുമ്പോഴോ ആണ് താടിയെല്ലിന്റെ ഒടിവുകൾ സംഭവിക്കുന്നത് എന്ന് ഖുള്ളൻ അഭിപ്രായപ്പെടുന്നു. അത്ഭുതകരമായി അപകടത്തിൽ നിന്ന് അവശിഷ്ടങ്ങളിൽ നിന്ന് പുറത്തു വന്ന ഒരാൾക്ക് ഇപ്പോൾ നടക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കുന്നത്. ഇതിന് തെളിവാണ് വിമാനം നിലത്തിടിച്ച് പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് രക്ഷപ്പെട്ട 40-കാരനായ വിശ്വാസ് കുമാർ രമേശ് എന്ന് പറയുന്നത്. അഹമ്മദാബാദ് അപകടത്തിൽ വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ച് അഗ്നിഗോളം ഉയർന്നതോടുകൂടി പ്രദേശത്തെ താപനില 1000 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർന്നതായും റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിലും ഇത് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത്. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 242 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 241 പേരും കൊല്ലപ്പെട്ടു. ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരൻ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ച നിമിഷ നേരം കൊണ്ട് വലിയ തീഗോളം അന്തരീക്ഷത്തിൽ ഉയർന്നു. ഇതോടെ ഈ സ്ഥലത്തെ താപനില 1000 ഡിഗ്രി സെൽഷ്യസിലേക്ക് കുതിച്ചെത്തും. ഇത് അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താനുള്ള സാധ്യത വളരെ കുറയ്ക്കുകയും ചെയ്തു. അഗ്നിപർവ്വതങ്ങളിലെ ലാവ സാധാരണയായി 1140 മുതൽ 1170 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ വരെ എത്താറുണ്ട്. ഇതിനോട് സമാനമാണ് അപകടത്തിന് പിന്നിലെ രൂപപ്പെട്ട സാഹചര്യമെന്ന് പുറത്തുവരുന്ന വിവരവും വരുന്നുണ്ട്. വിമാനത്തിൽ 1.25 ലക്ഷം ലിറ്ററോളം ഇന്ധനം ഉണ്ടായിരുന്നതായും ഇത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയതായും സംഭവസ്ഥലം സന്ദർശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചു. ആളിക്കത്തിയ തീ താപനില അനിയന്ത്രിതമായി തന്നെ ഉയർത്തി രക്ഷപ്പെടാനുള്ള സാധ്യതയും കുറച്ചു. അപകടത്തെ അതിജീവിച്ച ഏക വ്യക്തിയെ ആശുപത്രി സന്ദർശിച്ചതായും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ദൃശ്യം പകർത്തിയ കുട്ടിക്ക് മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടിലേക്ക് കടക്കണം എന്നുള്ള കാര്യവുമാണ് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ നിരീക്ഷണങ്ങൾ നടന്നു വരികയാണെന്നാണ് വ്യക്തമാകുന്നത്.